ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റോക്സിനെ പറ്റി ഡിസ്കസ് ചെയ്ത് ഒരുപാട് കാലമായി. കാരണം റെയിൽവേ സ്റ്റോക്സ് എനിക്ക് തോന്നുന്നു 1.5 കൊല്ലമായിട്ട് ഫോക്കസിലേ അല്ല. ഈ ഒരു ബഡ്ജറ്റിലും കാര്യപ്പെട്ട അലോക്കേഷൻസ് ഒന്നും ക്യാപസ് അലോക്കേഷൻസ് ഒന്നും റെയിൽവേ സെക്ടറിൽ കൊടുത്തിട്ടില്ല. അതായിരിക്കാം ഒരു കാരണം. കഴിഞ്ഞ ആഴ്ച ഒരു റെയിൽവേ സ്റ്റോക്കിൻ്റെ റിസൾട്ട് വന്നിരുന്നു. നല്ല റിസൾട്ടാണ്, ഡീസൻ്റ് ആയ റിസൾട്ടാണ് കൊടുത്തത്. ഇപ്പോൾ എന്തായാലും റെയിൽവേയിലെ വളർച്ചയുണ്ട്. റെയിൽവേയിലെ വളർച്ച ഒന്നും ആയിട്ടില്ല, ഒരു ഇനീഷ്യൽ സ്റ്റേജസിലാണ് വേണമെങ്കിൽ പറയാം. ഒന്നും ആയിട്ടില്ല. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് റെയിൽവേ സ്ട്രക്ചർ, റെയിൽവേ ഇൻഡസ്ട്രിയിൽ, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ വരാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാവുന്നവരെ കാത്തു നോക്കൂ. ഒരു കാര്യമില്ല, അത് ആരും അതിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ അതിൽ സ്റ്റോക്ക് വാങ്ങിയിട്ട് വെക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ആർവിഎല്ലിൻ്റെ സ്റ്റോക്ക് 30 രൂപ ഞാൻ പറയാൻ തുടങ്ങിയ ഒരു സ്റ്റോക്കാണ് ആർവിഎല്ലിൽ. സോ അത് ആക്ച്വലി അതിൻ്റെ വാല്യൂഷനേക്കാൾ 10 ഇരട്ടി വാല്യൂഷന് മേലെ പോയി. അത് 600-650 ലെവലിലേക്ക് ആ സ്റ്റോക്ക് പോയി. പിന്നെ അതിന് ശേഷമുള്ള റിസൾട്ടൊക്കെ അതിൻ്റെ റവന്യൂ ഗ്രോത്ത് കാണിക്കാതെ മാർജിൻ പ്രഷർ എപ്പോഴും അതിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അതെടുക്കുന്ന എല്ലാ പ്രൊജക്ട്സും ഗവൺമെൻറ് പ്രൊജക്ട്സാണ്. സോ ഓട്ടോമാറ്റിക്കലി മാർജിൻസ് വളരെ കുറവായിരിക്കും. 8%, 7% മാർജിനൊക്കെയാണ് ഓരോ വർക്ക് എക്സിക്യൂട്ടീവ് കൊടുക്കുന്നത്. പക്ഷെ അതിന് ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. ഭാവിയിൽ ഇൻ്റർനാഷണൽ ഓർഡേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ആർവിഎല്ലിൽ പറയുന്നത്. പക്ഷേ ഇപ്പോഴും റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഹൈ റേറ്റിൽ തന്നെയാണ് ആർവിഎല്ലിൽ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡിമാൻഡിൻ്റെ ബേസിലാണ് അതിന് ഇപ്പോഴും ബൈയും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആർവിഎല്ലിൻ്റെ സ്റ്റോക്ക് നാളെ LNT ആവുമെന്ന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായതുകൊണ്ടാണ് അതിനെ വാങ്ങാൻ വേണ്ടി പറയും. പാസ് ഓഫ് നൗ അതൊരു വാല്യൂഷൻ കുറച്ചും കൂടെ സ്ട്രെച്ച്ഡ് ആണ്. ഇനി വരുന്ന റിസൾട്ട് നേരെ ഓപ്പോസിറ്റ്, മാർജിൻ പ്രഷർ കുറഞ്ഞ് റവന്യൂ ഇമ്പ്രൂവ് വരികയാണെങ്കിൽ വീണ്ടും. പക്ഷെ വലിയൊരു കമ്പനിയാണ് ആർവിഎൽ എന്ന് പറഞ്ഞാൽ. വെറും ഒരു റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണെങ്കിൽ പോലും വെറും ഒരു റെയിൽവേയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കമ്പനിയല്ല. എല്ലാ വർക്ക്സും എടുക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് ആർവിഎൽ. സോ ഇന്നിവിടെ ഞാൻ പറഞ്ഞ സ്റ്റോക്ക് ആർവിഎല്ലല്ല. ആർവിഎൽ നമ്മൾ 30 രൂപ മുതലേ വാങ്ങുന്ന സ്റ്റോക്കാണ്. സോ അത് ഹോൾഡ് ചെയ്യുക. അതിൽ 20 രൂപയ്ക്ക് ഇന്ന് വന്ന് വാങ്ങി ടെക്മേറ്റ് ചെയ്യുക. അതൊരു 500 റുപ്പീസിലേക്ക് തന്നെ ഇപ്പോൾ അത് ലോങ് ടേം ആയിട്ട് തന്നെ ചില സ്റ്റോക്സ് നോക്കണം. അതിലൊന്നാണ് ആർവിഎൽ. എൻ്റെ റെക്കമെൻഡേഷൻ ആർവിഎൽ, IOC ഒക്കെ അങ്ങനെ വെക്കേണ്ട സ്റ്റോക്കാണ്. യൂണിയൻ ബാങ്ക്. ഇന്ന് കഴിഞ്ഞ ആഴ്ച റിസൾട്ട് കമ്പനി പേര് ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. ടെക്സ്മാക്കോ വേറെ കമ്പനി ഉണ്ട്, ശ്രദ്ധിക്കുക. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് പ്രധാനപ്പെട്ട കമ്പനി. ഇവർ കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല റിസൾട്ടാണ്. മാർച്ച് ക്വാർട്ടറിൽ കമ്പാരിറ്റീവ്ലി മറ്റേ ക്വാർട്ടർ 2025 മാർച്ച് ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റാണ് കാണിച്ചത്. 35 കോടിയായിരുന്നു ലാസ്റ്റ് മാർച്ച് 2024 ക്വാർട്ടർ. ഈ പ്രാവശ്യം 56 കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് കാണിച്ചത്. പക്ഷെ സെയിൽസിൽ ഡിക്രീസ് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. സെയിൽസ് ഡിക്രീസ് വരാൻ പാടില്ല, സെയിൽസ് കൂടണം. സെയിൽസിൽ കുറവ് വന്നിട്ടുണ്ട്, പക്ഷെ നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഓവറോൾ അതിൻ്റെ പ്രോഫിറ്റും എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ ഒരു അട്രാക്റ്റീവ് ലെവലിലാണ് ഇപ്പം ഈ സ്റ്റോക്ക് കിടക്കുന്നത്. ഈ ലെവലിൽ ഒരു 10-15% ഇറങ്ങി വന്നേക്കാം മാക്സിമം. ഇപ്പോൾ പ്രസന്റ് പ്രൈസ് 116 ആണ്. ഒരു 100 ലെവൽസിലേക്ക് വന്നേക്കാം. കാരണം അതൊരു 75 രൂപയിൽ നിന്ന് റിസൾട്ട് എക്സ്പെക്ട് ചെയ്തായിരിക്കാം വിത്തിൻ 1-2 മന്ത്സിനുള്ളിൽ കയറി ഒരു 130 വരെ പോയി. ഈ റിസൾട്ട് വന്നപ്പോൾ 130 വരെ പോയി. അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് വെള്ളിയാഴ്ച സ്റ്റോക്ക് ഒരു 10-12 രൂപ താഴോട്ട് ഇറങ്ങി 160 നിൽക്കുന്നത്. സോ ഒരു കൺസിഡറേഷൻ ഉണ്ടായേക്കാം. ഈ സ്റ്റോക്കൊന്നും നമ്മൾ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് വികസനം വരുന്ന എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റിയ സ്റ്റോക്സ് ആണ് ആർവിഎല്ലും ടെക്സ്മാക്കോ റെയിൽ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്, ഇതും ഇർക്കോണ്, ജൂപ്പിറ്റർ വാഗൺസ്, റെയിൽ IRCTC, റെയിൽടെൽ, ഇതൊക്കെ വാങ്ങിയ സ്റ്റോക്കാണ്. അതെന്തായാലും വരും. സോ നമ്മളിപ്പോൾ കുറച്ച് പേഷ്യൻസോട് കാത്തു നിൽക്കുക. അതേ ലെവലിൽ നിൽക്കുകയാണ്. കുറച്ചും കൂടെ പൈസ ഇൻവെസ്റ്റ് ആവറേജ് ചെയ്യാൻ സമയം നമുക്ക് കിട്ടും. പെട്ടെന്നായിരിക്കും അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ചിലപ്പോൾ നെക്സ്റ്റ് ബഡ്ജറ്റ് മുന്നേ ചിലപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഒന്നും ആയിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ വളരെ വേസ്റ്റ് ആൻഡ് ആക്റ്റീവ് പറയുകയാണെങ്കിൽ ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ ഡെവലപ്മെന്റ് എന്തായാലും നടക്കാവുന്ന, ഇനിയും എത്രയോ ഡെവലപ്മെന്റ് നടക്കാനുള്ള ഒരു സ്പേസാണ് റെയിൽവേ സെക്ടർ. സോ റെയിൽവേ സെക്ടറിൽ കയറും, റെയിൽവേ സെക്ടറിൽ വികസനം വരും, അതിൽ ബെനിഫിറ്റ് കിട്ടും എന്ന് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ സ്റ്റോക്ക് ടെക്സ്മാക്കോ റെയിൽ. ഈ ലെവലിൽ 160 അടിച്ചു കയറുന്നും പറഞ്ഞില്ല, പക്ഷെ ഒരു ബ്രേക്ക്ഔട്ട് കാണിച്ച് ഫെയിൽ ആയി പോയ സ്റ്റോക്കുമാണ്. ഈ ലാസ്റ്റ് റിസൾട്ട് നമ്മൾ നല്ല ബ്രേക്ക്ഔട്ട് വോളത്തിൽ കാണിച്ചിരുന്നു. സോ 100 ലെവലൊക്കെ നല്ലൊരു ബൈങ്. 100 ലെവലിൽ തന്നെ താഴോട്ട് വരാൻ സാധ്യത കുറവാണ് ടെക്സ്മാക്കോ റെയിൽ.
സോ ടെക്സ്മാക്കോ റെയിൽ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണ് ടെക്സ്മാക്കോ. അഡ്വാൻസ് ഗ്രൂപ്പിന്റെ മറ്റ് പല കമ്പനീസ് നമുക്കറിയാം. പാരാദീപ് ഫോസ്ഫേറ്റ്സ്, മാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, സോർ എഗ്രി, ഇതിന്റെ കൂടെ ഉള്ള ഒരു കമ്പനിയാണ്. അത് അഡ്വാൻസ് ഗ്രൂപ്പിന്റെ ഭാഗമായ കമ്പനി ടെക്സ്മാക്കോ റെയിൽ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. ഇതിന് പ്രത്യേകത 20 ടൈപ്പ് ഓഫ് ഫ്രൈറ്റ് കാർസ് ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടാക്കി കൊടുത്ത കമ്പനിയാണ് ടെക്സ്മാക്കോ. ഫ്രൈറ്റ് കാർസ് മീൻസ് ഗുഡ്സ് ട്രെയിൻ, ഗുഡ്സ് വാഗൺസ് ഉണ്ടാക്കി കൊടുത്ത ഒരു കമ്പനിയാണ് ടെക്സ്മാക്കോ. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സപ്ലയർ ഓഫ് ഫ്രൈറ്റ് കാർസ് ആണ് ടെക്സ്മാക്കോ. 50,000 മേലെ ഇവർ 20 കൊല്ലത്തിനുള്ളിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർ എക്സ്പെർട്ടൈസ്ഡ് ഇൻ ഫ്രൈറ്റ് കാർസ്, ഗുഡ്സ് ട്രെയിൻ, ഗുഡ്സ് വാഗൺസ്. കമ്പനീൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റീൽ ഫൗണ്ടറി എക്സ്ക്ലൂസീവ് ഫോർ റെയിൽവേക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റീൽ ഫൗണ്ടറി ഡിവിഷൻ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് റെയിൽവേ ആണ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ കാസ്റ്റിംഗ്സിന്റെ ലീഡിങ് എക്സ്പോർട്ടറും കൂടിയാണ് ടെക്സ്മാക്കോ. ഇതിന് പുറമെ റീസെന്റ് ടെക്സ്മാക്കോ റെയിൽ അവർ 2,000 കോടിന്റെ ഒരു പദ്ധതി ഫോർ ഡിഫൻസ് സിസ്റ്റം എടുത്ത് അലോക് ചെയ്തിട്ടുണ്ട്. സോ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ല ലെവലിൽ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം EPC കോൺട്രാക്ട്, റെയിൽവേ ട്രാക്ക്, സിഗ്നലിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ വർക്കിന് വേണ്ടിയിട്ട് EPC കോൺട്രാക്ട് എടുക്കുന്ന കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻസിന് ഡിസൈൻ, സപ്ലൈ, കൺസ്ട്രക്ഷൻ, ഇൻസ്റ്റാളേഷൻ നടത്തുന്ന കമ്പനിയാണ്. ട്രാൻസ്ഫോമേഴ്സ് ഇൻസ്റ്റലേഷൻ ആൻഡ് സബ് സ്റ്റേഷൻസ് ഇൻസ്റ്റലേഷൻ നടത്തുന്ന കമ്പനിയാണ്. അസോസിയേഷൻ ഓഫ് അമേരിക്കൻ റെയിൽ റോഡിന് സർട്ടിഫൈഡ് കിട്ടിയ ഏക കമ്പനിയാണ് ടെക്സ്മാക്കോ റെയിൽ. അവരെ പ്രധാനപ്പെട്ട ക്ലയൻസ് പറയുകയാണെങ്കിൽ NTPC, സെയിൽ, ഗെയിൽ, ACC, അദാനി പോർട്ട്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കമ്പനീസ് ഒക്കെ ജയൻസ് ആയ ഇന്ത്യൻ കമ്പനീസും ഫോറിൻ കമ്പനീസുമാണ് ഇവരെ മെയിൻ ക്ലയൻസ്. ഒരുപാട് ജോയിന്റ് വെഞ്ചേഴ്സും ടൈപ്സും ഈ കമ്പനി പല രാജ്യങ്ങളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 7,000 കോടിന് ഓർഡർ ബുക്കുള്ള കമ്പനിയാണ് ടെക്സ്മാക്കോ റെയിൽ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. ഇതിൽ നെഗറ്റീവ് ഞാൻ കണ്ടത് സെയിൽസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നെഗറ്റീവ് ആണ്. അതേസമയം നെറ്റ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. വേറെ നെഗറ്റീവ്സ് ഒന്നും ഇല്ല. പ്രസന്റ് പ്രൈസ് 160 ആണ്. ഇയർ ഹൈ 189, ലൈഫ് ടൈം ഹൈ 296 ആണ്. ആ ഒരു ലെവലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 70% ഇയർ ഹൈ എന്നും ലൈഫ് ടൈം ഹൈ എന്ന് നേരെ പോയിട്ട് 100% താഴെയാണ് സ്റ്റോക്ക് എടുക്കുന്നത്. 40 കോടി ഷെയർ ക്യാപിറ്റൽ ഉള്ളൂ. റിസർവ് 2,333 കോടി റിസർവ് ഉണ്ട്. പി റേഷ്യോ ഇൻഡസ്ട്രി പിന്നെ താഴെയാണ്. RVNലേക്ക് പി റേഷ്യോ ഹൈ ആണ്. പക്ഷേ ടെക്സ്മാക്കിന് പി നോക്കുമ്പോൾ 33 ആണ് ഇൻഡസ്ട്രി പി. ഈ ടെക്സ്മാക്കിന് പി 24 ഉള്ളൂ. ഡെപ്റ്റ് ഇക്വിറ്റി 0.38 ഉള്ളൂ. ഇപ്പോൾ ഡെപ്റ്റ് കൺട്രോൾഡ് ആണ്. ബുക്ക് വാല്യൂ 58, ഇൻട്രൻസിക് വാല്യൂ 109. ഏകദേശം ഇൻട്രൻസിക് വാല്യൂൻ്റെ അവിടെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പ്രസന്റ് പ്രൈസ് 160. ഒരു 140 ടാർഗറ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ടെക്സ്മാക്കോ റെയിൽ വാങ്ങാം. ഒരു 110 ബൈയിങ് പ്രൈസും വെച്ചിട്ട് 140 ടാർഗറ്റ് വെച്ചിട്ട് ഒരു സ്വിംഗ് ബേസിലേക്ക് ഒരു 2-3 മന്ത്സിനുള്ളിൽ ടാർഗറ്റ് ചെയ്ത് വാങ്ങാം. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഓരോ സ്റ്റേജിന് വിറ്റിട്ട് താഴോട്ട് ഇറങ്ങും വീണ്ടും വാങ്ങി അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് ടെക്സ്മാക്കോ റെയിൽ ആൻഡ് ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 48% സ്റ്റോക്ക് ഹോൾഡ് ചെയ്തു. കുറേ കൊല്ലങ്ങളായിട്ട് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഷെയർ വിൽക്കുന്നില്ല, ഒരു ഷെയർ പ്ലെഡ്ജ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൊമോട്ടേഴ്സ് സൂപ്പറാണ്. FIS 7.22 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറിന് 7.07, 7.22 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. DIS 5.79 ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ക്വാർട്ടറിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചിട്ടുണ്ട്. FIS കുറച്ച് കൂട്ടിയിട്ടുണ്ട്, DIS കുറച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാളെ കയ്യിൽ നല്ല സ്റ്റേക്ക് ഉണ്ട്. FISന് കയ്യിൽ സ്റ്റിൽ 7.22ഉം DISന് കയ്യിൽ 5.79ഉം സ്റ്റേക്ക് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് കയ്യിൽ 48.34 സ്റ്റേക്ക് ഉണ്ട്. സോ ഓൾട്ടുഗദർ ഭാവിയിലേക്ക് റെയിൽവേയിലേക്ക് ബെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ് ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ടെക്സ്മാക്കോ റെയിൽ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. റെയിൽവേ ഞാൻ വളരെ ബുള്ളിഷാണ്. റെയിൽവേ സ്റ്റോറിയിൽ ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്റ്റോക്സ് ബുള്ളിഷാണ്. റെയിൽടെൽ, RVNL, ടെക്സ്മാക്കോ, ഇതിലൊക്കെ ഞാൻ വളരെ ബുള്ളിഷാണ്. IRFCയിലൊക്കെ നോക്കാൻ പറ്റിയ സ്റ്റോക്കാണ്. പക്ഷെ അവർ എപ്പോഴാണ് ആ സെക്ടറിലേക്ക് ഫോക്കസ് വരാൻ നോക്കാനും അപ്പോൾ എൻ്റർ ചെയ്താൽ മതി. സോ പിന്നെ സ്വിംഗ് ബേസ്ഡ് റെക്കമെൻഡേഷൻസ് താല്പര്യമുള്ള ആൾക്കാർക്ക്, അതായത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് വരുന്ന ഫണ്ടമെന്റൽ നല്ല സ്റ്റോക്ക് ആണെന്ന് മാത്രം പറയും. 1-2 വീഡിയോസ് വായിച്ചിട്ടുണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ മെമ്പേഴ്സ് ഓൺലിയിലെ എമറാൾഡ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴത്തെ ജോയിൻ ബട്ടണിൽ പോയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പ് സെലക്ട് ചെയ്താൽ മതി. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ സ്റ്റോക്ക് എൻറ്റർ ചെയ്യുക. റെയിൽവേന് പല സാധ്യതകളും ഈ കമ്പനീൻ്റെ ഡീറ്റെയിൽസും നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസർ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക.
പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ പേഷ്യൻ ലിസണിങ്. താങ്ക് യു.